ഒരിടത്ത് ഒരു കർഷകൻ ജീവിച്ചിരുന്നു. അയാളുടെ ആകെയുണ്ടായിരുന്ന കുതിര ഒരു ദിവസം തന്റെ വീട്ടിൽ നിന്നും ഓടിപ്പോയി. അയൽക്കാരെല്ലാം അടുത്തുകൂടി അദ്ദേഹത്തോട് പറഞ്ഞു, എന്തൊരു ഗതികേടാണിത്, നീ ശരിക്കും ഭാഗ്യമില്ലാത്തവനാ. അയാൾ പറഞ്ഞു, ഒരുപക്ഷെ ഞാൻ നിർഭാഗ്യവാനായിരിക്കാം. അടുത്ത ദിവസം പുറപ്പെട്ടുപോയ കുതിര മറ്റ് 3 കാട്ടുകുതിരകളുമായി തിരികെ വന്നു. അയൽക്കാരെല്ലാം വീണ്ടും ഓടിക്കൂടി. പുതിയ കുതിരകളെ കണ്ടപ്പോൾ അവർ പറഞ്ഞു, നീ എന്തു ഭാഗ്യവാനാണ്, നിനക്കിപ്പോൾ 4 കുതിരകളുണ്ട്. അയാൾ പറഞ്ഞു, ഒരുപക്ഷെ ഞാൻ ഭാഗ്യവാനായിരിക്കാം. അതേ ദിവസം ആ കൃഷിക്കാരന്റെ മകൻ മെരുങ്ങാത്ത കാട്ടുകുതിരയുടെ മുകളിൽ കയറി ഓടുവാൻ പോയി. പോകുന്ന വഴിയിൽ കുതിര അവനെ കുടഞ്ഞിട്ടു. അവന്റെ കൈയും കാലും ഒടിഞ്ഞു. നാട്ടുകാരെല്ലാം ഓടിക്കൂടി. അവർ പറഞ്ഞു, നീ ശരിക്കും ഭാഗ്യമില്ലാത്തവനാണ്, നിന്റെ ഗതി ആർക്കും വരാതിരിക്കട്ടെ. അയാൾ പറഞ്ഞു, ഒരുപക്ഷെ ഞാൻ ഭാഗ്യമില്ലാത്തവനായിരിക്കാം. അടുത്ത ദിവസം രാജ്യത്തിലെ പടയാളികൾ ഓരോ ഭവനങ്ങളിലും വന്ന് യുദ്ധത്തിനായി ആൺകുട്ടികളെ പിടിച്ചുകൊണ്ടു പോകുവാൻ വന്നു. കർഷകന്റെ ഭവനത്തിൽ വന്നപ്പോൾ കർഷകന്റെ ആകെ ആശ്രയമായിരുന്ന മകൻ കൈയും കാലും ഒടിഞ്ഞു കിടക്കുന്നു. കാലൊടിഞ്ഞ അവനെ പട്ടാളക്കാർക്ക് വേണ്ട. അവർ അവനെ കൊണ്ടുപോകാതെ മടങ്ങി. എല്ലാവരും വീണ്ടും ഓടിക്കൂടി. അവർ പറഞ്ഞു, ഇപ്പോഴാണ് ഞങ്ങൾക്ക് ശരിക്കും കാര്യം മനസ്സിലായത്. ശരിക്കും നീ ഭാഗ്യവാൻ തന്നെ. നിന്റെ കുതിര പുറപ്പെട്ടു പോയതിനും 3 കാട്ടുകുതിരകളെ കൊണ്ടുവന്നതിനും നിന്റെ മകൻ കാട്ടുകുതിരയുടെ മുകളിൽ കയറിയപ്പോൾ കാലും കൈയും ഒടിഞ്ഞ് താഴെ വീണതിനുമൊക്കെ ഇപ്പോൾ ഒരു അർത്ഥം ഉണ്ടായി. ചില വേദനകൾ ഉണ്ടായെങ്കിലും നിന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ടതിനെ സംരക്ഷിക്കുവാനാണ് അതെല്ലാം സംഭവിച്ചത്. പ്രിയരെ, ഈ മഹാമാരി നമ്മുടെ ജീവിതങ്ങളിൽ പാകിയത് മറക്കുവാൻ പറ്റാത്ത ചില പാഠങ്ങളാണ്. പല വലിയ പദ്ധതികളും മുടങ്ങി. മഹാമാരി കഠിനമായിരുന്നു, അതികഠിനമായി മുന്നേറുന്നു. ഇപ്പോൾ കാര്യങ്ങളിൽ നോക്കിയാൽ എല്ലാം കൈവിട്ടുപോയി എന്ന് തോന്നാം. നിന്റെ ജോലി, ആരോഗ്യം, വിദ്യാഭ്യാസം, യാത്ര, ഇമിഗ്രേഷൻ, വീസ, സ്ഥലമാറ്റം, ഇങ്ങനെ പലതും മുടങ്ങി. നിന്റെ പ്രിയപ്പെട്ടവരിൽ ചിലർ മടങ്ങിവരാതെ എന്നേക്കുമായി അക്കരെ നാട്ടിൽ പ്രവേശിച്ചു. നഷ്ടങ്ങളുടെ കണക്കെടുത്താൽ വളരെയാണ്. അതിന്റെ ഇടയിൽ നല്ല വാർത്തകളും നിന്നെ തേടിയെത്തി. നമുക്ക് ഈ കാലഘട്ടത്തെ ആ കർഷകന്റെ മനോഭാവത്തോടുകൂടെ കാണുവാൻ കഴിയുമോ? നിനക്ക് ചില നഷ്ടങ്ങൾ വന്നിട്ടുണ്ട്, സത്യം. പക്ഷേ ഇതിനുള്ളിൽ ഒരു നന്മയുണ്ട്. നഷ്ടങ്ങൾക്കും നേട്ടങ്ങൾക്കും മുറിവുകൾക്കും കണ്ണുനീരിനും ഒരു അർത്ഥമുണ്ടാകണമെങ്കിൽ അല്പം കൂടെ നാം കാത്തിരിക്കണം. ഒന്നും പറയാറായിട്ടില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, കാര്യങ്ങൾ നന്മയ്ക്കായി മാത്രമേ കൂടി വ്യാപരിക്കൂ. പണ്ടുള്ള പൂർവ്വകാര്യങ്ങളെ ഓർത്തുകൊള്ളുവീൻ. ഞാനല്ലാതെ വേറൊരു ദൈവമില്ല, ഞാൻ തന്നെ ദൈവം, എന്നെപ്പോലെ ഒരുത്തനുമില്ല. ആരംഭത്തിങ്കൽ തന്നെ അവസാനവും പൂർവ്വകാലത്ത് തന്നെ മേലാൽ സംഭവിപ്പാനുള്ളതും ഞാൻ പ്രസ്താവിക്കുന്നു. എന്റെ ആലോചന നിവൃത്തിയാകും. ഞാൻ എന്റെ താൽപ്പര്യമൊക്കെയും അനുഷ്ഠിക്കും എന്ന് ഞാൻ പറയുന്നു.